പ്രിൻസ് ഓഫ് പീസ് പ്രൊഫറ്റിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് ബഹുമാനപ്പെട്ട ജോൺ ബി തോമസ് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഈ ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് എന്ന അടിസ്ഥാന ആവശ്യത്തെ ചോദ്യം ചെയ്താൽ, അത് നമ്മളെ ചൊടിപ്പിച്ചാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നൽകുന്ന ഒരു വാഗ്ദാനം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ വിജയ രഹസ്യ കോഡാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആമോസ് പ്രവചനം 9:14-15 തിരുവചനങ്ങൾ. ഞാനത് വായിക്കട്ടെ. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്നും അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ കൊണ്ടുവന്ന് പാർപ്പിക്കും, നടും എന്ന് പറഞ്ഞിരിക്കുന്ന ദേശത്തു നിന്നും ഇനി ഇസ്രായേലിനെ പറിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ ഏകദേശം ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ്. നിങ്ങൾ ഓർക്കണം, വിശുദ്ധ ബൈബിൾ ഒരു പഴഞ്ചൻ ഗ്രന്ഥമാണെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷേ വിശുദ്ധ ബൈബിൾ ഏത് നൂറ്റാണ്ടിലുമുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളാണ്, ദൈവത്തിൻ്റെ പ്രവചനങ്ങളാണ്, മാനവരാശിയുടെ ഭാവിയുടെ രൂപരേഖയാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏത് നേതാക്കന്മാർ, രാഷ്ട്രങ്ങൾ ചിന്തിച്ചാലും ഇസ്രായേലിനെ പറിച്ചു കളയണം, ഭൂമുഖത്ത് നിന്ന് മാറ്റിക്കളയണമെന്ന് ചിന്തിച്ചാൽ നടക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ രഹസ്യ കോഡ്, അവരുടെ വിജയത്തിൻ്റെ രഹസ്യ കോഡ് ആമോസ് 9:14-15 തിരുവചനങ്ങളാണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് എത്രയും നല്ലതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സാറേ, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ വാസ്തവത്തിൽ ഇസ്രയേലിൻ്റെ ഈ ഭൂമി നൽകിയത് എന്താണ്, ഈ ഭൂമിയുടെ പ്രത്യേകത എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു പ്രകാശനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഇസ്രയേലിന് വാഗ്ദത്തമായി കൊടുത്ത ഭൂമി നമ്മളതിൻ്റെ അതിരുകളെക്കുറിച്ചൊക്കെ കണ്ടു. എന്നാൽ വളരെ പ്രാധാന്യത അർഹിക്കുന്നൊരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചില്ല. ഈ ലോകത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ഇസ്രയേലിന് ദൈവം കൊടുത്തത്. അതായത് ഭൂഗോളത്തിൻ്റെ കേന്ദ്രം, സെൻറ്റർ. 3 വേദവാക്യം ഞാൻ കാണിക്കാം. എസെക്കിയേൽ 5:5 നോക്കിക്കാട്ടെ. ബൈബിളിലെ എസെക്കിയേൽ പ്രവാചകൻ. അവിടെ 2 വാക്യങ്ങൾ നമുക്ക് എസെക്കിയേലിൽ ശ്രദ്ധിക്കാം. ഓക്കെ. എസെക്കിയേൽ പ്രവചനം 5:5. യെഹെസ്കേലിൻ്റെ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം. അവിടെ ഇത് യെരൂശലേമാകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു, അതിന് ചുറ്റും രാജ്യങ്ങളുണ്ട്. രാഷ്ട്രങ്ങളുടെ മധ്യേ വെച്ചിരിക്കുന്നു. ഓക്കെ. ഇനി 38-ാം അധ്യായം എടുത്താട്ടെ. ചാപ്റ്റർ 38, 38-ന്റെ 11-ാമത്തെ വാക്യം. ചാപ്റ്റർ 38 വേഴ്സ് 11. ഇസ്രായേലിനെ മടക്കി കൊണ്ടുവന്നപ്പോൾ അവരിന്ന് പാർക്കുന്ന എവിടെയാണെന്ന് നോക്കിയാട്ടെ. മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുടെ സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്നും ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈ നീട്ടേണ്ടതിനും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യമാണ്. നമ്മൾ ആ വിഷയത്തിൽ ഇപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ ഇസ്രായേൽ എവിടെയാണെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്? ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനം. അതെ, അങ്ങനെയാ. ശരിയാ. ഭൂമിയുടെ മധ്യേ വസിച്ചിരിക്കുന്ന ഒരു ജനം. ഇനിയും നമ്മൾ ഓർക്കണം, ദൈവം അവരെ ഭൂമിയുടെ മധ്യഭാഗമാണ് കൊടുത്തത്. ഇത് ഇനിയും അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർ പാർക്കുന്നതും, റഷ്യ അവരെ ആക്രമിക്കുമ്പോൾ അവർ പാർക്കുന്ന സ്ഥലവും ഈ ഭൂമിയുടെ മധ്യഭാഗമാണ്. പോട്ടെ, 1000 ആണ്ട് വാഴ്ച ക്രിസ്തു മടങ്ങി വരുമ്പോൾ അപ്പോഴും അവരെവിടെ പാർക്കുന്നത്? യെശയ്യാ 19:24 എടുത്ത് നോക്കിയാട്ടെ. ഈ വിശദമായ വിവരങ്ങളെല്ലാം വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ? ബൈബിളിൽ ദൈവം പറഞ്ഞു, അന്വേഷിക്കാൻ പറഞ്ഞു, കണ്ടെത്തും. യെശയ്യാ 19:19, യെശയ്യാ 19-ാം അധ്യായം 24-ാം വാക്യം. 24-ാമത്തെ വാക്യം. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. മതി. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിലും ഭൂമിയുടെ മധ്യയാണ് അവർക്ക് വസിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന പോർഷൻ. ഈ ഭൂമിയുടെ മധ്യഭാഗം എന്തിനാ കൊടുത്തത്? നമ്മൾ വളരെ വ്യക്തമായി ബൈബിളിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. നിങ്ങൾ ആ സാക്ഷികളെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ഭൂപടമെടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഇസ്രയേലിന് കൊടുത്ത സ്ഥലം നോക്കിയാൽ
ഇസ്രയേലിൻ്റെ കിഴക്ക് ഭാഗം നോക്കിയാൽ മരുഭൂമിയാണ്, ആ അതാണ് അറേബ്യൻ പെനിൻസുല. ആ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം നോക്കിയാൽ മെഡിറ്ററേനിയൻ കടല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ കേരളം പോലെ ഏതാണ്ട് ഒരു ആകൃതിയിൽ ഇങ്ങനെ കിടക്കുക. ആ അപ്പോൾ അതിൻ്റെ മുകളിലോട്ടുള്ള സ്ഥലങ്ങളാണ് യൂറോപ്പും ഒക്കെ. ഓക്കെ. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലോട്ടോ ആഫ്രിക്കയിലോട്ടോ ആ കാലത്ത് പോകണമെങ്കിൽ അവർക്ക് വരാനൊക്കുന്നത് ഇതിലേ നടന്നു പോകാനൊക്കുള്ളൂ. ആ ആ ആ മറ്റേത് മരുഭൂമിയാണ്, ഓക്കെ. അതിലെ ഇപ്പുറത്തോടൊന്നും നടന്നു പോകാനൊക്കെയല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിലും ഇതിലേ വേണം പോകാൻ. ഓക്കെ. അപ്പോൾ ഇതിന് പുരാതന കാലത്ത് പറഞ്ഞൊരു പേരുണ്ട്, ലാൻഡ് ബ്രിഡ്ജ് എന്ന. ഇസ്രയേലിന്, ഇസ്രയേലിൻ്റെ, അതായത് വാഗ്ദത്ത ദേശത്തിന്, വാഗ്ദത്ത ദേശത്തിൻ്റെ ഒരു പേരാണ് ലാൻഡ് ബ്രിഡ്ജ്. ആഹാ. അതായത് യൂറോപ്പിനെയും ആഫ്രിക്കയും യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പാലമാണ് ഇസ്രയേൽ. ഇസ്രയേൽ. ആഹാ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇസ്രയേലിൻ്റെ മണ്ണിലൂടെ ഇവർ യാത്ര ചെയ്യുമ്പോൾ ആ ഏകസത്യ ദൈവത്തെയും ദൈവം എഴുന്നേൽപ്പിച്ച രാജാവിനെയും കാണാനായിട്ട് ഇടയായി മാറും. ആ ശലോമോൻ്റെ കാലത്ത് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, കർത്താവിൻ്റെ വാക്കുകളിൽ ആ ശേബരാജ്യം വന്നത് ഇവിടെ നിന്നാ, ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നു. അങ്ങനെ ഒരു പ്രയോഗം ബൈബിളിലുണ്ടല്ലേ? ഉണ്ട്. ഷീ ഹാസ് കം ഫ്രം ദ ഫാർദറസ്റ്റ് എൻഡ് ഓഫ് ദ വേൾഡ്. ആഹാ. അവൾ ഭൂമിയുടെ അറ്റത്തുനിന്ന് ഇവിടെ വരണമെങ്കിൽ അതിൻ്റെ കാരണം എന്നാ? ഈ വ്യാപാരികൾ അതിലെ പോയപ്പോൾ ഈ ശലോമോനെയും ശലോമോൻ്റെ മഹത്വവും ഒക്കെ കണ്ടിട്ട് അവർ ചെന്ന് നാട്ടിൽ വിവരം പറഞ്ഞു. അതെ, ദൈവം ഇത് തന്നെ ആഗ്രഹിച്ചത്. ആ ദൈവം ഭൂമിയുടെ മധ്യത്തിൽ ഇവർ വസിച്ച് ആ ദൈവപ്രകാശം ഭൂമിയുടെ 4 വശത്തോട്ടും പരത്തണം. ഓക്കെ. അതുകൊണ്ടാണ് അവരെ ഈ ഭൂമിയുടെ മധ്യഭാഗം ദൈവം അവർക്ക് കൊടുത്തത്. ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട്, ഇവർക്ക് ഈ ആഫ്രിക്കയിലോ അല്ലെ വേറെ എവിടെയെങ്കിലും രാജ്യം കൊടുത്തിരുന്നെങ്കിലേ ഇത്ര പ്രശ്നം വരികയില്ലായിരുന്നു. ഇനിയും ബ്രദറെ, അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇസ്രായേൽ രാജ്യമില്ലാതെ ചിതറി നടക്കുകയായിരുന്നല്ലോ. അവരെ ദൈവം ശിക്ഷിച്ചു. AD 70 തൊട്ട് അവർ ചിതറി നടക്കുക, ആഗോളമായ ഒരു ഡിസ്പേഷനാണ്. ആഗോളമായി അവർ ചിതറിപ്പോയി. നമ്മുടെ കൊച്ചിയിലെല്ലാം ഉണ്ടായിരുന്നു. കൊച്ചിയിലും കൊടുങ്ങല്ലൂരും മാളയിലും ചേന്നമംഗലത്തും അതുപോലെ ഓസ്ട്രേലിയയിൽ ചെന്നാൽ അവിടെയും റഷ്യയിലും അറേബ്യൻ രാജ്യങ്ങളിലും ഭൂമിയുടെ എല്ലാ കോണിലും ഇവരുണ്ടായിരുന്നു. ഓക്കെ, ഇവർക്കൊരു രാജ്യം കൊടുക്കണമെന്ന് ലോകരാജ്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം ഇവരനുഭവിക്കുന്ന പീഡയും ഇപ്പം തന്നെ യൂറോപ്പിലെ ഇവിടെ അറബ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ലിബിയ, അൾജീരിയ, ട്യൂണീഷ്യ ഇവിടെയൊക്കെ സ്വച്ഛാധിപത്യ ഭരണത്തിനെതിരെ ആളുകൾ പ്രശ്നമുണ്ടാക്കി. ഈജിപ്തിലുമൊക്കെ അന്നുണ്ടാക്കിയപ്പോൾ നമ്മൾ ഓർക്കണം, രാജ്യത്ത് അസ്വസ്ഥത ഉണ്ടായപ്പോൾ ആളുകൾ അവിടെ നിന്ന് യൂറോപ്പിലോട്ട്, കാരണം അങ്ങോട്ട് കടന്നാൽ പിന്നെ യൂറോപ്പിലോട്ട് കുടിയേറി. അപ്പോൾ ആ യൂറോപ്പിൽ കുടിയേറിയപ്പോൾ യൂറോപ്പിൻ്റെ ഒരു വലിയ പ്രശ്നമായി മാറി ഈ ഇമിഗ്രേഷൻ. ഈ ആളുകൾ അഭയാർത്ഥി പ്രശ്നം. നമ്മുടെ പോപ്പ് വരെ ഇടപെട്ട് ഈ അഭയാർത്ഥികളെ അവിടെ സെറ്റിൽ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. പോപ്പ് പോളൊക്കെ, പോപ്പ് ഫ്രാൻസിസ്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചു വന്നത്, ഇങ്ങനെ നാടില്ലാതെ ഉഴന്നു കിടക്കുന്ന ആളുകൾ പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ രാജ്യങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമാണ്. ഇവർക്കൊരു രാജ്യം കൊടുക്കണം എന്നവർ തീരുമാനിക്കുന്നു, ചിന്തിക്കുന്നു. പക്ഷേ അവരൊരിക്കലും ഈ ഭാഗം പറഞ്ഞിട്ടില്ല. ഈ ലോക നേതാക്കന്മാർ ലോകത്തിലെ ഒരു രാജ്യവും ഇപ്പൊ ഈ വേദവസ്തുത്തിൽ പറഞ്ഞ ദൈവം തന്ന അവിടെ കൊണ്ടുവന്ന് ഇവരെ ആക്കാൻ പറഞ്ഞിട്ടില്ല. ശരി, എന്താ കാരണം? അവിടെ മുഴുവൻ താമസിക്കുന്നത് ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഏതാണ്ട് 20-23 ഇസ്ലാമിക് രാജ്യങ്ങൾ ഇന്നത്തെ ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുക. അവർക്ക് അന്നേ അറിയാം, ഇവരെ അവിടെ ഒരു രാജ്യമാക്കി തീർത്താൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ആഗോളമായി തീരും. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഏതാണ്ട് 1946 വരെ 17 വ്യത്യസ്ത സ്ഥലങ്ങൾ അവർക്ക് പ്രപ്പോസ് ചെയ്തു. ഈ ഇസ്രായേൽ അതായത് ജനപ്പാർപ്പുകളില്ലാത്ത വളരെ കുറവുള്ള, ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ ദൃഷ്ടാന്തങ്ങൾ പറയാം. ഉദാഹരണമായിട്ട് ഡച്ച് വെസ്റ്റ് ഇൻഡീസ്, സുറിനാം, ഫ്രഞ്ച് വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് അമേരിക്ക, മിസിസിപ്പി മിസൗറി റിവർ അമേരിക്കയിലെ, പിന്നെ ആസിയ മൈനർ ഇന്നത്തെ ടർക്കിയുടെ പ്രദേശം, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പ്രദേശം, റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ, ഇതൊക്കെ പറഞ്ഞതാ. വിയറ്റ്നാം, മഗഡാഷ്കർ, ഓസ്ട്രേലിയയിലെ മെൽബൺ. ഞാൻ ആ 17 സ്ഥലവും ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടിയതാണ് ഇസ്രയേലിന്. നിങ്ങൾ അവിടെ പോയി താമസിച്ചു, ജനപ്പാർപ്പ് കുറവാണ്, നിങ്ങൾക്ക് അവിടെ രാജ്യമുണ്ടാക്കാം എന്ന് പറഞ്ഞു. അന്ന് അവർ രാജ്യമുണ്ടാക്കിയാൽ ആരും ഒരു കുറ്റവും പറയത്തില്ല. ലോകരാജ്യം നല്ലൊരു ഓഫറായിട്ട് തോന്നും. പക്ഷെങ്കിൽ ദൈവം
നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു ദാനിയേൽ 4 നെബൂഖദ്നേസർ രാജാവിനെ 7 വർഷം പുല്ല് തീറ്റിച്ചു, കാളെ പോലെ. എന്തിനാ തീറ്റിച്ചെന്നറിയാമോ? അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നെന്ന് ഗ്രഹിക്കണം. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ദാനിയേൽ 4. ഓക്കെ, അതൊന്ന് എനിക്കൊന്ന് വായിക്കണമെന്നുണ്ട്. വായിച്ചോ? ദാനിയേൽ 4 ഒരു ചരിത്രത്തിലെ ഒരു സംഭവം അല്ലേ? വലിയ ഇതൊക്കെ ആശ്ചര്യകമായി നടന്ന കാര്യങ്ങളാണ്. ഈ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിനെ പോലെ ബാബിലോൺ രാജാവ് പ്രതാപത്തിൽ ജീവിച്ച ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. ഈ രാജാവിനെ പുല്ല് തീരുന്ന പോലെ കാളെ പോലെ ആക്കി തീർത്തു. എന്തിനാ ആക്കി തീർത്തത്? ഞാൻ 2 വാക്യം വായിക്കാൻ പറയാം. 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. വേണേ 16 തൊട്ട് വായിച്ചു. അവന്റെ മാനുഷ്യ സ്വഭാവം മാറി. അതായത് നെബൂഖദ്നേസറിന്റെ കാര്യം അല്ലേ? നെബൂഖദ്നേസറിന്റെ മാനുഷ്യ സ്വഭാവം മാറി മൃഗ സ്വഭാവമായി തീരട്ടെ, അങ്ങനെ അവൻ 7 കാലം കഴിയട്ടെ. അടുത്തത്, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. 23-ാം വാക്യത്തിന്റെ 2-ാമത്തെ പകുതി എടുത്തു നോക്കിയേ. തിരുമേനി അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ, അവന് 7 കാലം കഴിയുന്നത് വരെ അവൻ്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ. 25-ാം വാക്യത്തിന്റെ മധ്യഭാഗം, 25-ന്റെ മധ്യഭാഗം. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നത് വരെ 7 കാലം കഴിയും. മതി. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളോർക്കും ഭരണകൂടങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ്. റോമലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ഇവിടെ വായിക്കുന്നത് എന്താ? അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുന്നു, തനിച്ച് ബോധിച്ചവൻ അത് കൊടുക്കുന്നു. അപ്പോൾ രാജ്യഭരണങ്ങൾ നമ്മളോർക്കും അവിചാരിതമാണ്. ഈ യെശയ്യാവ് 6 വരുമ്പോൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ പ്രവാചകനായി ജീവിക്കുന്ന യെശയ്യാവിൻ്റെ കണ്ണ് ദൈവം തുറന്നു. പുള്ളി കണ്ണ് തുറന്നപ്പം കണ്ടു, ഇവിടെ രാജാവ് മരിച്ചു മാറി, പക്ഷെ മോളിലൊരു സിംഹാസനമുണ്ട്, രാജാതി രാജാവ്. അവൻ കണ്ടു അവിടെ അത്യുന്നതൻ രാജ്യത്വത്തിന്മേൽ അവിടെ സിംഹാസനത്തിൽ വാഴുകയാണ്. സ്വർഗത്തിലെ ദൈവം അല്ലേ? ദൈവം നമ്മൾ വചനത്തിൽ വായിക്കുന്നു, അവൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചു, അവൻ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നു. ഓക്കെ, ഈ രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ ഇസ്രയേലിന് ഈ 17 സ്ഥലത്ത് രാജ്യമുണ്ടാക്കാൻ ആഗ്രഹിച്ചെങ്കിലും എന്തിനാ ഇവരിവിടെ മാത്രം വന്നത്? ദൈവത്തിൻ്റെ ഒരു പ്രത്യേക. ഞാനൊരു വാക്യം വേണേ വായിപ്പിക്കാം. എസെക്കിയേൽ 36 എടുത്തേ. എസെക്കിയേൽ പ്രവചനം 36. നമ്മൾ കണ്ടു ദൈവം കവനന്റ് ചെയ്ത ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അതായത് ഉടമ്പടി ചെയ്ത് കൊടുത്ത ഒരു സ്ഥലമാണ്, ഇസ്രായേലിന് കൊടുത്ത സ്ഥലമാണ്. ഞാൻ ഈ 36-ാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത ആദ്യം പറയാം. എസെക്കിയേൽ 36 എടുക്കുമ്പോൾ നമ്മളവിടെ 21 പ്രാവശ്യം ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. ഇംഗ്ലീഷ് വായിച്ചാൽ ഐ വിൽ. ആര് ചെയ്യുന്നു? ദൈവം ചെയ്യും, അത്യുന്നതനായ ദൈവം. ഐ വിൽ എന്ന് ഈ 36-ാം അധ്യായത്തിൽ 21 പ്രാവശ്യം പറയുന്നുണ്ട്. അത് മുഴുവൻ പറയുന്നത് ഇസ്രയേലിനുള്ള ബന്ധത്തിലാണ്. അത് ശരി. അതിൽ ഒരെണ്ണം എടുക്കാം. അതിൽ 24-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെയും ഐ വിൽ എന്ന് പറയുന്നുണ്ട്. 24-ാം വാക്യം, ഞാൻ നിങ്ങളെ രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടി ലോകരാജ്യങ്ങൾ. അതെ, സ്വർഗത്തിലെ ദൈവം മുന്നമേ കുറിച്ച് വെച്ചു. സ്വർഗത്തിലെ ദൈവം വെച്ച് നീട്ടിയത് ഈ മധ്യഭാഗമായിരുന്നു. ഇവിടെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് തന്നെ ഞാൻ കൊണ്ടുവരും. എവിടെ നിന്ന് കൊണ്ടുവരും? ബൈബിള് സത്യമാണോ? ഞങ്ങളെ കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എവിടെ നിന്ന് കൊണ്ടുവരുന്നാ പറഞ്ഞു? രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിക്കും. ഇന്ത്യ കൊണ്ടുപോയോ? കൊണ്ടുപോയി. നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നല്ലോ അവര്. ഇന്ത്യ അവരെ ഇന്നിപ്പം 10 പേരേ ഉള്ളൂ ഇന്ത്യയിൽ. ഇസ്രായേലിലേക്ക് പോയി അവര്. ദൈവം എന്താ പറഞ്ഞു? അത് ഈ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് രേഖപ്പെടുത്തിയത് 3600 വർഷം മുമ്പ്. 3600 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ബൈബിളിൽ ദൈവം രേഖപ്പെടുത്തിയത്. 2600 വർഷം മുമ്പ്. 600 വർഷം മുമ്പ്, ക്രിസ്തുവിന് 600 വർഷം മുമ്പ് അവർ ബാബേൽ പ്രവാസത്തിൽ പോയി. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2600 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു മാറ്റമില്ലാത്ത വചനത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് 1948 അവർ രാജ്യമായത്. നിന്നെ അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇനി വേറൊരു സത്യം, നിന്നെ സകല ജാതികളിൽ നിന്ന് ഞാൻ കൂട്ടും.
ഇന്ന് ഇസ്രയേലിൽ പാർക്കുന്നവർ എത്ര ദേശത്തു നിന്ന് വന്നാണെന്നറിയാം? 130 രാജ്യത്തു നിന്ന് വന്നവരാ. 130 രാജ്യങ്ങളിൽ കറങ്ങി നടന്ന അവരെ ദൈവം അവിടെ കൊണ്ടുവന്നു. ഫ്രം 130 കൺട്രീസ്, ഓവർ 130 കൺട്രീസ് ദൈവം അവരെ ശേഖരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം പറഞ്ഞതാണോ നടന്നത്? ലോക നേതാക്കന്മാർ പറഞ്ഞതാണോ നടന്നത്? മാനുഷികമായിട്ടുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു അനാലിസിസ് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ലോക നേതാക്കന്മാർ, ലോകരാഷ്ട്രങ്ങൾ പറയുന്നതേ നടക്കുകയുള്ളൂ. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണ് ഇന്നത്തെ ആൾക്കാരുടെ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ്റെ ഒരു വലിയ വിജയപ്രമാണമാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഓഫർ ചെയ്ത ഈ 10-24 സ്ഥലങ്ങൾ എവിടെയെങ്കിലും ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം 2600 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവനുള്ള ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത, അവർക്ക് ഓഫർ ചെയ്ത ഭൂമിയുടെ മധ്യഭാഗത്ത് ഇസ്രായേലിനെ കൊണ്ട് പാർപ്പിച്ചു. അത് ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ബൈബിൾ സത്യമാണല്ലേ? വിശുദ്ധ ബൈബിളിലെ ശക്തവും വ്യക്തവുമായ പ്രവചന സത്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്നത്, ഇസ്രായേലിന് ഓഫർ ചെയ്തത് ഒരു സ്ഥലമാണ് അല്ലേ, വാഗ്ദത്ത ദേശമാണ്. ദൈവം ഓഫർ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സമാധാനം, ഞാൻ എൻ്റെ സന്തോഷം, ഞാൻ എൻ്റെ വചനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ആ തന്നേച്ചു പോകുന്നത് സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചാൽ വി വിൽ ബി ബ്ലെസ്ഡ്. അല്ലേ? We are blessed with the heavenly blessings. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയായിട്ട് റോമർ 14 പറയുന്നു, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അതിൽ കൂടുതൽ എന്താ വേണ്ടി? പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മശിഹായിക്ക് യഹൂദൻ വലിയ സ്വാഗതം കൊടുത്തില്ലെങ്കിലും ആരൊക്കെ സ്വാഗതം കൊടുക്കുന്നു അവരുടെ ഹൃദയത്തിൽ മശിഹ വന്ന് വാഴുമല്ലേ? സമാധാനം അനുഭവിക്കാൻ കഴിയും, സംതൃപ്തി. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിലയേറിയ സത്യം, അതായത് മശിഹായെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക, ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മതപരിവർത്തനം അല്ലെങ്കിൽ ഒരു മതം മാറ്റം, പേരുമാറ്റം, ഇതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മാറിയതുകൊണ്ട് ഒരു വ്യത്യാസവും മനുഷ്യന് വരാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ മനസ്സിന് മാറ്റം വരുവാൻ, മനസ്സിന് ശാന്തി ലഭിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച പാപമോചനം നൽകി നമ്മളെ പുതിയ മനുഷ്യരാക്കി തീർക്കുവാൻ, നമുക്ക് ഭാവി പ്രത്യാശയോടുകൂടെ ഈ ലോകത്തിൽ ഒരു 10, 60, 70 വർഷം ദൈവം നൽകിയിരിക്കുന്ന ആയുസിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഇത് മാത്രം ഇടയായി തീരുമല്ലേ? അത് നമുക്ക് ഉള്ള സ്വാതന്ത്ര്യമാണ്. നമുക്ക് വി ക്യാൻ സേ ഐദർ സേ ഓർ say yes or no to God's offer and God's promises, which will be your decision, and your decision makes your destiny. അത് വളരെ സത്യമാണല്ലേ? ഞാൻ ഹൃദയത്തെ തൊട്ട ഒരു വാക്യം പറയാം വിശുദ്ധ ബൈബിളിൽ നിന്ന്. വിശുദ്ധ ബൈബിളിൽ യഹൂദനോട് പറയുന്നൊരു വാക്കാണ്. പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചതാണ് പുതിയ നിയമത്തിൽ. ഓക്കെ. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു. റോമാലേഖനം 10-ാം അധ്യായം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മരക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചാണോ? അതെ. അത് പറഞ്ഞിട്ട് ഒരു വാക്യം ഞാൻ വായിക്കാം. അതൊന്ന് വായിച്ചു ആദ്യം. 10:9. റോമാലേഖനം 10:9. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞാനിത് പറയണമെന്ന് ഉദ്ദേശമല്ല, പക്ഷേ ബ്രദർ പറഞ്ഞപ്പോൾ ഒരാളുടെ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ 21-ാം വാക്യം നോക്കി. 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തെങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടിയെന്ന് ദൈവം പറയുന്നു. ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ, all day long I have stretched forth my hand to a gainsaying and disobedient people. അനുസരിക്കാത്ത മറുതലിക്കുന്ന ഒരു ജനത്തിനിടയിലേക്ക് ഈ ദിവസം മുഴുവൻ ഞാൻ കൈ നീട്ടിപ്പിടിച്ചു. ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിച്ചോട്ടെ, മാന്യനായൊരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്ന് ബ്രദർ എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ നിങ്ങൾ കൈ കൊടുക്കത്തില്ല, കൈ പുറകോട്ട് പിടിച്ചിരിക്കുക. ആ വ്യക്തി ഇങ്ങനെ കൈ നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അദ്ദേഹം കൈ പിൻവലിക്കും. സ്വർഗത്തിലെ ദൈവം ഈ മാനവരാശിയുടെ നേരെ കൈ നീട്ടി. ഓക്കെ. എന്തിനാ കൈ നീട്ടിയത്? എൻ്റെ പുത്രനിലൂടെ എന്നോട് നിരപ്പ് പ്രാപിക്കുക. ആ കൈകൾ ഇന്നും അവൻ പിൻവലിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യൻ ആ കരങ്ങൾ കൊടുക്കാൻ മടി കാണിക്കുക. ആ സ്നേഹത്തിൻ്റെ കരം ഇന്ന് നീട്ടി പിടിച്ചിരിക്കുക. മറുതലിക്കുന്ന ജനത്തിനിടയിലേക്ക് ഞാൻ കൈവലിക്കാതെ all day long I have stretched my hand.
ഞാൻ വിചാരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ നേർക്കും ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു സ്നേഹകരം നീട്ടപ്പെട്ടിട്ടുണ്ട്. ആ നീട്ടപ്പെട്ട കരത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാൽവരിയിലെ ക്രൂശിൽ അണികളാൽ ക്രൂശിക്കപ്പെട്ട ഒരു കരമാണല്ലേ. ആ ക്രൂശിക്കപ്പെട്ട മശിഹ മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ നേരെ അനുസരണം കെട്ട മനുഷ്യരുടെ നേരെ, അവരുടെ നേരെ ഓൾ ദ ഡേ ലോങ്, അതായത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും ദൈവം ആ കൈ നീട്ടിക്കൊണ്ടിരുന്നു, തൻ്റെ സ്നേഹം കൊടുക്കുവാൻ, സന്തോഷം കൊടുക്കുവാൻ, സമാധാനം കൊടുക്കുവാൻ. അതെൻ്റെയും നിങ്ങളുടെയും നേരെ നീട്ടപ്പെട്ടിരിക്കുന്ന കരമാണ്. അത് സ്വീകരിക്കുവാൻ, ആ കരത്തിൽ നമുക്ക് അഭയമുണ്ടെന്നുള്ളത് കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ദുഃഖം, നഷ്ടം ജീവിതത്തിൽ വരാനില്ലല്ലേ? ഇല്ല. നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് ദൈവം അവരെ മടക്കി കൊണ്ടുവന്ന അത്ഭുതകരമായ പ്രവൃത്തിയാണ്. അതെ, അവർ വന്നപ്പോൾ ഞാനിങ്ങനെ വായിച്ചു, അതായത് ഏതാണ്ട് പകുതി ജനങ്ങൾക്ക് അന്യോന്യം സംസാരിക്കാൻ പോലും ഒക്കുന്നില്ല. കാരണം they were speaking different languages. പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. they were speaking 60 different language. അവർ അങ്ങനെയുള്ളവരെയാ കൂട്ടിക്കൊണ്ട് വന്നേ. പകുതി പോപ്പുലേഷൻ അന്യോന്യം കൺവേ ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ കഴിയില്ല. ഒരാൾ പറയുന്ന ഭാഷ മറ്റേയാൾക്ക് മനസ്സിലാകില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ പിള്ളേരൊക്കെ അമേരിക്കയിൽ പോയി ഒരു 50 വർഷം കഴിഞ്ഞാൽ മലയാളം സംസാരിക്കില്ല. ഇവർ 2000 വർഷങ്ങളോളം മറ്റ് രാജ്യങ്ങളിൽ കിടന്ന് അവർക്ക് അവിടുത്തെ ഭാഷകൾ അവർ സംസാരിക്കാൻ തുടങ്ങി. അവരെയാണ് തിരിച്ചു കൊണ്ടുവന്നത്. അവർ വന്നപ്പോൾ 60 ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിച്ചാണ് വന്നത്. പക്ഷേ ഇന്ന് അവർക്കൊരു ഭാഷയേ ഉള്ളൂ, അത് പ്രവചനം. അത് നമുക്ക് പിന്നീട് പുറകെ നോക്കാം. എന്നാൽ ഇന്ന് അവർ ഒരു രാജ്യമായി ദൈവർക്ക് കൊടുത്ത സ്ഥലത്ത് അവർ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അത് എന്നോട് ബ്രദർ ഒരു ചോദ്യം ചോദിച്ചു, അത് ഭൂമിയുടെ മധ്യഭാഗം എന്തിനാ അവർക്ക് കൊടുത്തത്? അതെ, മധ്യഭാഗം എന്തിനാ കൊടുത്തത്? വേറെ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കാം. നമുക്ക് ഒരു മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പ് ഒന്ന് കാണാം. മാപ്പിനകത്ത് മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് സെൻട്രൽ പാർട്ട്. ഞാൻ ഇസ്രയേലിൽ ഞാൻ പല സന്ദർഭങ്ങളിൽ പോയിട്ടുണ്ട്. ഇതാണോ ആ മാപ്പ്? അതെ, ഇസ്രയേലിൻ്റെ ഭൂപടമാണ്. ഈ ഇസ്രയേൽ നോക്കിയാൽ കേരളത്തിൻ്റെ ഏതാണ്ട് ഒരു ലക്ഷണമാണ്. ഏതാണ്ട് കേരളത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഏതാണ്ട് മധ്യഭാഗം കണ്ടോ? ഈ മധ്യഭാഗം എന്ന് പറയുന്നത് ചാവുകടല, ഡെഡ് സീ. അവിടെ എഴുതിയിട്ടുണ്ട് ഡെഡ് സീ, ചാവുകടൽ. ഈ ഡെഡ് സീ ഭാഗം അല്ലേ? അതെ, ഡെഡ് സീ ഇസ്രയേലിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തിൽ വരും ഡെഡ് സീ. ഞാൻ പറഞ്ഞു, ഇസ്രയേലിൽ ഞാൻ അനേക പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ഈ ഇസ്രയേൽ ടൂറിനല്ലാതെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോർഡനിൽ പോയിട്ട് അവിടെ നിന്ന് ഡെഡ് സീ പോയി കുളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജോർഡൻ്റെ ഭാഗത്ത് ഡെഡ് സീയില്ല, പൊങ്ങിക്കിടക്കും. ലോകത്തിൽ നിന്ന് ടൂറിസ്റ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി ഇവിടെ കാണാൻ വേണ്ടി. ഈ ഡെഡ് സീ എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് ദൈവം വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ. അതെന്താ? അതിനകത്തുനിന്ന് ഒത്തിരി മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. അത് യൂദയുടെ ലേഖനം നോക്കുമ്പോൾ അത് എവിടെയാ? പുതിയ നിയമത്തിലല്ലേ? പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ നിന്ന് 2 വാക്യം ഞാൻ വായിക്കാം. ഈ ഡെഡ് സീ അവിടെ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം, അതിൻ്റെ കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? യൂദയുടെ ലേഖനം നമ്മൾ നോക്കുക, അതിൻ്റെ 6-7 വാക്യം നോക്കിക്കോട്ടെ. യൂദായുടെ ലേഖനം 6-7 വാക്യങ്ങൾ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. 7 വാക്യം. അതുപോലെ സോദോമും ഗമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഈ സോദോം ഗൊമോറ എന്ന് പറയുന്ന സ്ഥലം ആണ് ഡെഡ് സീ. അത് ശരി. അതായത് ആ സ്ഥലം അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു പോട്ടെ. സെറ്റ് ഫോർത്ത് ആസ് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദൃഷ്ടാന്തമായി കിടക്കുന്നു. ദൃഷ്ടാന്തം നമ്മൾ ചില കാര്യങ്ങൾ ഉദാഹരണമായിട്ട് കിടക്കുന്നല്ലേ? ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ചില ദൃഷ്ടാന്തങ്ങൾ പറയാറുണ്ട്. പ്രാസംഗികന്മാർ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറയും. ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാൻ ഒരു ദൃഷ്ടാന്തമായിട്ട് ഇത് വെച്ചിരിക്കുക. എന്തുവാ ഇവിടുത്തെ ദൃഷ്ടാന്തം? എന്തോ പറയാനാ? ഇവിടെ പറയുന്നു, നോക്കുക, അന്യജഡം മോഹിച്ച് നടക്കുന്നവരെ ശിക്ഷിക്കും. സെക്ഷൽ സിന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശരി, മനസ്സിലായോ? ഈ
ഈ സോദോം ഗോമോറയിലെ പാപം അതായിരുന്നു, ചുറ്റുവട്ടത്തെ പാപം. ആഹാ. അവിടെ വളരെ മ്ലേച്ഛമായ മനുഷ്യൻ്റെ ലൈംഗിക അരാജകത്വം നിലനിന്ന ഒരു സ്ഥലമാണ്. ഓക്കെ. അവിടം ദൈവം ന്യായം വിധിച്ചപ്പോൾ അവിടം ഇന്ന് ഒരു പുല്ലും കിളുക്കാതെ, ഒരു ജീവിതം ഇല്ലാതെ, ഒരു ജീവിയില്ല. ഈ ചാവുകടലിനകത്ത് ഒരു മീനുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഡെഡ് സീ എന്ന് പറയുന്നത്, ചത്ത് കിടക്കുക, ജീവനില്ല അവിടെ. പക്ഷേ ഇത് ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് ഒരു ദൃഷ്ടാന്തമാണ്, ലോകത്തിനൊരു പാഠമാണ്, എക്സാമ്പിളാണ്. ഒരു വാക്യം കൂടെ വായിച്ചു, 2 പത്രോസ് 2:6 കൂടെ വായിച്ചാട്ടെ. പുതിയ നിയമത്തിൽ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അതും ഈ ചാവുകടലിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് അല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 പത്രോസ് 2:6 വാക്യം. 2:6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സോദോം ഗമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു, മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും. കണ്ടോ, മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു. ഓക്കെ. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ദൈവം പാപത്തെ ശിക്ഷിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണിത്. ദൈവം പാപത്തെ ശിക്ഷിക്കും. പ്രത്യേകിച്ച് ഈ സോദോം ഗോമോറ ദൃഷ്ടാന്തമായിരിക്കുന്നത് സെക്ഷൽ. ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ സിന്ന, ഇമ്മൊറാലിറ്റി. അത് ലോകത്തോട് ദൈവം സംസാരിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും ന്യായം വിധിച്ചിരിക്കും. ദൈവം ന്യായം വിധിക്കും.